ശ്രീ ന്യൂസിലേക്ക് സ്വാഗതം. മികച്ച നടൻ മമ്മൂട്ടിയാകുമോ? അത് സംസ്ഥാന അവാർഡും നാളെയാണ്. അതേപോലെ തന്നെ ദേശീയ അവാർഡും പ്രഖ്യാപിക്കുന്നത് നാളെയാണ്. രണ്ടും ഒരേ സമയത്ത്. 70ാമത് നാഷണൽ അവാർഡ് ആ 72കാരനുള്ളതാണ് എന്നുള്ളത് 90% 100% നമുക്ക് ഉറപ്പ് തന്നെയാണ്. കാരണം അത്രത്തോളം മികച്ച അതിഗംഭീരമായ പ്രകടനമാണ് ഈ 72കാരൻ നടത്തിയിരിക്കുന്നത്. നൻപകൽ നേരത്ത് മയക്കമെന്ന ഒറ്റ സിനിമ മതി, അതിലെ 2 സീൻ മതി അദ്ദേഹത്തിന് നാഷണൽ അവാർഡ് കൊടുക്കാൻ. അതിന് അരമണിക്കൂറും 2 മണിക്കൂറും ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. മലയാളിയിൽ നിന്ന് തമിഴിലേക്കും തമിഴിൽ നിന്ന് മലയാളിയിലേക്കുമുള്ള ആ ചേക്കേറൽ, ആ ഒരൊറ്റ കാര്യം മതി മമ്മൂട്ടിയുടെ അഭിനയ മികവ് തെളിയിക്കാനായിട്ട്. തെളിയിക്കാനൊന്നുമില്ല, കഴിഞ്ഞ 50 വർഷമായിട്ട് മമ്മൂട്ടി ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇവിടെ ഏറെ വ്യത്യസ്തമാകുന്നു ഈ ഒരു മാറ്റം, അല്ലെങ്കിൽ നമ്മൾ പകർന്നാട്ടം എന്ന് തന്നെ പറയാം. അവസാന റൗണ്ടിൽ മമ്മൂട്ടിയും ഋഷഭ് ഷെട്ടിയുമാണ് എന്നുള്ളതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഡീറ്റെയിൽസിൽ എല്ലാം വന്നിരിക്കുന്നത്. ഏതാനും മണിക്കൂറുകൾ കൂടെ മാത്രം ബാക്കി നിൽക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാവുകയാണ്, ഈ 2 സിനിമയും നാഷണൽ അവാർഡിന് അർഹമായ സിനിമകൾ തന്നെയാണ്. പക്ഷേ ഏറെ മുന്നിൽ നിൽക്കുന്നത് മമ്മൂട്ടി തന്നെയാണ്. നൻപകൽ നേരത്ത് മയക്കത്തിലെ പ്രകടനം, ഇതിനോടൊപ്പം തന്നെ റോഷാക്കും കൂടെ ചേർത്ത് വെക്കുമ്പോൾ 2 സിനിമകളിൽ ഏറെ വ്യത്യസ്തം തന്നെയാണ് മമ്മൂട്ടിയുടെ അഭിനയം എന്നുള്ളത് എടുത്ത് പറയേണ്ട ഒരു സവിശേഷത തന്നെയാണ്. മമ്മൂട്ടി സാധാരണ നാഷണൽ അവാർഡ് കിട്ടുമ്പോഴെല്ലാം തന്നെ 2 3 സിനിമകളിൽ ഇത്ര വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട് എന്നുള്ളത് ഒരു കോമൺ ഫാക്ടറായും നിൽക്കുകയാണ്. ഇക്കുറിയും 4ഓളം സിനിമകൾ തന്നെയായിരുന്നു മമ്മൂട്ടിയുടെ നാഷണൽ അവാർഡ് പരിഗണനയ്ക്ക് ഉണ്ടായിരുന്നത്. അതിൽ ഫൈനൽ റൗണ്ടിലേക്ക് എത്തിയത് 2 സിനിമകളാണ്. അതിൽ തന്നെ നൻപകൽ നേരത്ത് മയക്കം സമാനതകളില്ലാത്ത ചിത്രമാണ്. മികച്ച ഒരു സിനിമയായിട്ടുള്ള ഒരു പോക്ക് തന്നെയാണ് സിനിമയ്ക്ക് കാണാൻ കഴിഞ്ഞാൽ. അതിനുപരി മികച്ച പ്രകടനം മമ്മൂട്ടിയിൽ നിന്നുള്ളത് തന്നെയാണ് സിനിമയെ ഏറ്റവും മുന്നോട്ട് നയിച്ചത്. ഋഷഭ് ഷെട്ടിയെ സംബന്ധിച്ചിടത്തോളം കാന്താര മികച്ചു നിൽക്കുന്ന സിനിമ തന്നെയാണ്. അവസാന 20 മിനിറ്റ് ഞെട്ടിക്കുന്ന പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെച്ചതെങ്കിലും മമ്മൂട്ടിയുടെ മുന്നിൽ ആ ഒരു പ്രകടനത്തിന് വലിയ മാറ്റില്ല എന്നുള്ളതാണ്. എന്ന് വെച്ച് നാഷണൽ അവാർഡ് വേദിയിൽ നോക്കുമ്പോൾ മികച്ച സിനിമ തന്നെയായിരുന്നു, മികച്ച അഭിനയ പ്രാധാന്യമുള്ള സിനിമ തന്നെയായിരുന്നു, മികച്ച പെർഫോമൻസുമായിരുന്നു. മറ്റൊരു നടൻ അത് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കേണ്ട, കഴിയില്ല എന്നുള്ളത് 100% ഉറപ്പിക്കാം. മമ്മൂട്ടിയുടെ കാര്യത്തിലും അതുതന്നെ. എന്താണേലും ഈ 2 സിനിമകൾ മാറ്റിവെക്കുമ്പോൾ ഒന്ന് നമുക്ക് ഉറപ്പിക്കാം, 70ാമത് നാഷണൽ അവാർഡ് ആ 72കാരന് കൊടുക്കാനുള്ളതാണ്. കാരണം കാലം ഏറെയായി, 27 വർഷമായി അദ്ദേഹത്തിന് കൊടുക്കാത്ത അവാർഡ് പല ഗവൺമെൻറ്റുകൾ മാറി മറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല. അപ്പോഴും നമുക്കൊരു കാര്യം കാണാൻ കഴിയുന്നു, പരാതികളും പരിഭവങ്ങളും ഇല്ലാതെ ആ മഹാനടൻ അങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്നു. അടുത്ത വർഷവും അദ്ദേഹത്തിൻ്റെ നാഷണൽ അവാർഡിന് നോമിനേഷനായിട്ടുള്ള ചിത്രം ഇപ്പോഴേ റെഡിയാണ് എന്നുള്ളതാണ് എടുത്ത് പറയാനുള്ള മറ്റൊരു കാര്യവും കൂടെ. എന്തായാലും നാഷണൽ അവാർഡ് പ്രഖ്യാപനം ഇന്ന് 3 മണിക്ക് നടക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, അത് മമ്മൂട്ടിക്ക് തന്നെയായിരിക്കുമെന്നുള്ളത്. ഒപ്പം സ്റ്റേറ്റ് അവാർഡ് നമുക്കറിയാം, പൃഥ്വിരാജും മമ്മൂട്ടിയും ഒരുമിച്ച്, അല്ലെങ്കിൽ അവർ 2 പേരും വലിയ രീതിയിലുള്ള കട്ടയ്ക്കുള്ള ഒരു മത്സരം നടക്കുമ്പോൾ അതിലും മുന്നിൽ നിൽക്കുന്നത് മമ്മൂട്ടി തന്നെയാണ്. ഒരു പക്ഷേ കഴിഞ്ഞ വർഷം അവാർഡ് ലഭിച്ചതുകൊണ്ട് അത് പൃഥ്വിരാജിന് കൊടുക്കാം, അല്ലെങ്കിൽ പൃഥ്വിരാജും അർഹനാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. തീർച്ചയായും അദ്ദേഹത്തിന് കൊടുത്താലും ഒരു സങ്കടവുമില്ല. കാരണം മികച്ച രീതിയിലുള്ള പെർഫോമൻസാണ്. സാധാരണ പലപ്പോഴും നമുക്ക് കാണുന്നത്, നിലവാരമില്ലാത്ത സിനിമകൾക്ക് അവാർഡ് കൊടുക്കുമ്പോൾ മമ്മൂട്ടിയെ തഴയുമ്പോൾ തീർച്ചയായും നമ്മൾക്ക് ഓരോരുത്തർക്കും അതൊരു വേദന തന്നെയായിരുന്നു. ഇവിടെ ഈ 2 സിനിമകൾ വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം, മമ്മൂട്ടി തന്നെ നാഷണൽ അവാർഡ് പട്ടികയിൽ മമ്മൂട്ടി മുന്നിട്ട് നിൽക്കുമ്പോൾ ഒരുമിച്ച് ഒരേ രീതിയിൽ തന്നെ, അല്ലെങ്കിൽ ഒരുപിടി മുന്നിൽ മമ്മൂട്ടി എന്ന് പറഞ്ഞാലും ഈ ഒരു സിനിമയിൽ, ആടുജീവിതം എന്ന സിനിമയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിരിക്കുന്ന പൃഥ്വിരാജിന് ലഭിക്കുമെന്ന് നമ്മളും പ്രതീക്ഷിക്കുന്നു. എന്തായാലും നാഷണൽ അവാർഡ് മമ്മൂട്ടിക്കും അല്ലെങ്കിൽ സംസ്ഥാന അവാർഡ് പറഞ്ഞ പോലെ പൃഥ്വിരാജിനുമാണോ എന്നുള്ളൊരു ചോദ്യമാണ്. എന്തായാലും കാത്തിരിക്കാം. 2 അവാർഡുകളും ഒരുമിച്ച് തൂക്കി, സ്റ്റേറ്റ് അവാർഡും നാഷണൽ അവാർഡും തൂക്കി മമ്മൂട്ടി മുന്നോട്ട് പോകുമോ? ഇതൊക്കെയാണ് എല്ലാവരുടെയും മനസ്സിലായത്. ഓരോ ആരാധകനും ഇത് നെഞ്ചിടിപ്പുള്ള നിമിഷങ്ങളാണ്, മണിക്കൂറുകളാണ്. 3 മണിക്ക് നമുക്കറിയാൻ കഴിയുന്ന ഒരേ സമയത്ത് നാഷണൽ അവാർഡിലും സംസ്ഥാന അവാർഡിലും മമ്മൂട്ടി മുത്തം വെക്കുമോ എന്നുള്ളത്. ചതിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ വർഗീയതയും രാഷ്ട്രീയ കാര്യങ്ങളും ഒന്നും ഇല്ലെങ്കിൽ തീർച്ചയായും മികച്ച നടൻ മമ്മൂട്ടി തന്നെയായിരിക്കും. കാത്തിരിക്കാം. നിങ്ങൾ ഓരോരുത്തരുടെയും പ്രാർത്ഥന നമുക്കറിയാം, നമ്മളും അത് തന്നെ പ്രതീക്ഷിക്കുന്നു. മലയാളി ആയതുകൊണ്ട് തന്നെ മമ്മൂട്ടിക്ക് ലഭിക്കണമെന്നുള്ള ആ ഒരു മോഹം തന്നെ. അപ്പോൾ കാത്തിരിക്കാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ബ്രോസ്.